എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ചരിത്ര വിജയം. എഡ്ജ്ബാസ്റ്റണിൽ 336 റൺസിനാണ് ഇന്ത്യയുടെ ആദ്യ ജയം. ആകാശ്ദീപിന് 10 വിക്കറ്റ്. ഇതോടെ ഇംഗ്ലണ്ടിൽ 10 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി ആകാശ്ദീപ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ചരിത്ര വിജയമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്ര വിജയമാണ് എഡ്ജ്ബാസ്റ്റണിൽ ഇന്ന് നേടിയിരിക്കുന്നത്. കാരണം 58 വർഷങ്ങളായി എഡ്ജ്ബാസ്റ്റണിൽ കളിക്കുന്ന ഇന്ത്യക്ക് ഇത് 8 ടെസ്റ്റ് മത്സരങ്ങളാണ് എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യ ഇതുവരെ കളിച്ചത്. ഇതിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ വിജയിക്കുന്നത് എഡ്ജ്ബാസ്റ്റണിൽ. കൂടാതെ നമ്മൾ ഇതിലെടുത്ത് പറയേണ്ടത് ആകാശ്ദീപിന്റെ ഒരു പ്രകടനമാണ്. രണ്ടാം ഇന്നിംഗ്സിലും താരത്തിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് തുണയായത്. ഇന്ന് ആദ്യം അവസാന ദിവസമായ ഇന്ന് ആദ്യം ഒരു മഴ മൂലം മത്സരം സമനിലയിലേക്ക് പോകുമെന്നൊരു പ്രതിരോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കണ്ടത് ഇന്ത്യൻ ബോളിംഗ് നിരയുടെ മികച്ച പ്രകടനമാണ്. ഇതിൽ മുന്നിൽ നിന്ന് നയിച്ചത് ആകാശ്ദീപാണ്. ഇരു ഇന്നിംഗ്സിലുമായി താരം നേടിയത് 10 വിക്കറ്റാണ്. ഇതിനു മുമ്പ് 1986 ചേതൻ ശർമ്മയാണ് ഇംഗ്ലണ്ടിനെതിരെ 10 വിക്കറ്റ് നേടിയത്. അതും എഡ്ജ്ബാസ്റ്റണിൽ എന്നത് ഒരു പ്രത്യേകതയും കൂടി ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. കൂടാതെ ഇത് നമുക്ക് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത് ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും കൂടാതെ രണ്ടാം ഇന്നിംഗ്സിലെ താരത്തിന്റെ സെഞ്ചുറിയുമാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിയത്. 608 റൺസിന്റെ വിജയലക്ഷ്യമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ പടുത്തുയർത്തിയത്. ഇതിനെ പിന്തുടരുന്ന ഇംഗ്ലണ്ടിനെ എന്നാൽ ഇത് എടുക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ ബോളിംഗ് നിര വരിഞ്ഞു മുറുകുകയായിരുന്നു ഇംഗ്ലണ്ട് ബാറ്റർമാരെ. സ്റ്റോക്സും അതേപോലെ ജെയ്മി സ്മിത്തും ആദ്യം ലഞ്ച് ബ്രേക്കിന് മുമ്പ് പ്രതിരോധം തീർത്തെങ്കിലും എന്നാൽ വാഷിംഗ്ടൺ സുന്ദറിന് മുന്നിൽ സ്റ്റോക്സ് വീണതോടെ ഇംഗ്ലണ്ടിന്റെ എല്ലാ അവസാന പ്രതീക്ഷയും മങ്ങുകയായിരുന്നു. അഖില, എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ചരിത്ര വിജയം ഉണ്ടായിരിക്കുന്നു. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.